രാവിലെ ഓഫീസിൽ വന്നതിന് ശേഷം, അപ്പോൾ ഈ ഓഫീസ് ഒന്ന് റെഡി ആവേണ്ട കാര്യമുണ്ടായിരുന്നു. ഓഫീസ് റെഡി ആയതിനു ശേഷം ചാർജ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററാണ്. വേറെ ഷർട്ടോ പാൻറ് അതൊന്നും ഇഷ്ടമല്ല. അതൊന്നും നമ്മൾ എന്താ വെച്ചു കൊടുക്കുന്നത് അതാണ് യൂസ് ചെയ്യുന്നത്. ഇടുന്ന ഒരു ചോയ്സ് ഇല്ല, സെലക്ട് ചെയ്യില്ല, ഒന്നുമില്ല. ഇത് മാത്രം തുറന്നു വെച്ച് കണ്ട് ബാറ്ററി ഒക്കെ ചാർജ് ഇട്ടിട്ട് പിന്നെ കിടന്നുറങ്ങും. ഞാൻ എയർ ഗൺ വെച്ച് ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ, ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധന. ഈ കപ്പൽ ആടിയുലയുകയില്ല. ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്ത് ഈ കപ്പൽ നങ്കൂരമിടും. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വേദിയും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം അവിടെ 1ാം സ്ഥാനം കിട്ടിയോ 2ാം സ്ഥാനം കിട്ടിയോ എന്നതല്ല പ്രശ്നം. ഞാൻ എപ്പോഴും മഞ്ജുവിനോടും പറയും, ഇത്ര മികവോടെ നൃത്തം ചെയ്യുന്ന അന്നേ അത്ഭുതത്തോടെയാണ് കണ്ടത്. അതൊരു വലിയ നഷ്ടബോധം ഇപ്പോഴും ഉണ്ട് എനിക്ക്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ സമ്മാനം വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോഴും മനസ്സിൽ ഉള്ള ഒരു വിഷമമാണ്. കാലും മുഖവും വെച്ച് ആൾരൂപമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. എന്തെങ്കിലും സംശയമുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറെ കാലം നടന്ന അവസാനം അയാളെ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമില്ലേ? അദ്ദേഹം ഉപയോഗിച്ച പദം എന്തുകൊണ്ടും അതിന് യോഗ്യൻ അദ്ദേഹം. നമ്മുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ചലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ഇപ്പോൾ പിന്നെ ഒന്ന് ഈ ചലച്ചിത്രോത്സവം അവസാനിക്കുകയാണല്ലോ. അത് കഴിഞ്ഞാൽ നമ്മുടെ നവകേരള യാത്രയെ സമാപിച്ചു കഴിഞ്ഞാൽ. ബഹുമാന്യ സുഹൃത്തുക്കളെ, വരുന്ന മെയ് മാസം 20-ന് LDF സർക്കാരിൻ്റെ 1 വർഷം തികയുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അക്ഷരം പ്രതി പാലിച്ച് 2016 മുതൽ കഴിഞ്ഞ 6 വർഷക്കാലമായി നമ്മൾ പൂരത്തിന് വളരെ നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും വന്നു കഴിഞ്ഞല്ലോ. അത് മുഴുവൻ ആളുകളും സ്വാഗതം ചെയ്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സർക്കാർ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാചകത്തോടെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും സുതാര്യമാക്കാൻ, വേഗതയിലാക്കാൻ, ജനാധിപത്യവൽക്കരിക്കാൻ വിവിധങ്ങളായ പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ യശസ് കാത്തു സൂക്ഷിക്കേണ്ട സർവകലാശാലയുടെ ചെയർമാൻ, ചാൻസലർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഗവർണർ യൂണിവേഴ്സിറ്റികളെ എന്താക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്മിൽ നിലനിൽക്കുന്ന വിടവ് നികത്താൻ കഴിയുമാറ് സ്കില്ലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ കർമ്മ വൈഭവം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സമീപനവും സമ്പ്രദായവുമാണ് നമ്മുടെ കലാലയങ്ങളിൽ കൊണ്ടുവരുന്നത്. നൂതനമായ ആശയങ്ങളുള്ളവരാണ് നമ്മുടെ യുവതി യുവാക്കൾ. മാനുവൽ പരിഷ്കരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സങ്കീർണമാണ് മാനുവൽ പരിഷ്കരണം. നമുക്ക് ഇപ്പോൾ ഗോത്രവർഗക്കാരുടെ കലകൾ ഈ മത്സരത്തിനില്ല. പാരമ്പര്യ കലകൾ പലതും മത്സരത്തിന് ഇല്ല. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പരിഷ്കാരം നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത വർഷം തീർച്ചയായിട്ടും ഒരു മാനുവൽ സമഗ്രമായി പരിഷ്കരിച്ചുകൊണ്ട് കുറ്റമറ്റതായ ഒരു മാനുവലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. ശുദ്ധമായ പാലിൽ പ്രകൃതിദത്ത രുചികളും നിറങ്ങളും ചേർത്ത് തയ്യാറാക്കിയത് ദേവ് ഐസ്ക്രീംസ്. സുന്ദരമായ നിമിഷങ്ങളാണ് ഓണത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ. മാവേലിയുടെ നാട് കാണ്ടിരുന്ന കാലത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളിലൂടെ കേരളീയരെ കടന്നു പോകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ തിളങ്ങുന്ന സാഹോദര്യത്തിന്റെയും മതേതരത്തിന്റെയും എല്ലാ കാഴ്ചപ്പാടുകൾക്ക് വലിയ അർത്ഥവും വ്യാപ്തിയുണ്ട്. ആ നിലയിൽ മതേതര കാഴ്ചപ്പാടുകൾക്ക് ഏറെ അർത്ഥം നൽകേണ്ട ഒരു സമയം, ഒരുമിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാലഘട്ടം. ഗവൺമെന്റുകൾ ശ്രദ്ധിച്ചത് ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതോടൊപ്പം അതിന്റെ കാര്യങ്ങളാണ് നേരത്തെ 2 മന്ത്രിമാർ ഇവിടെ വിശദീകരിച്ചത്. പെൻഷൻ, അതുപോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ്, അതെല്ലാം കൂടുതൽ വിപുലീകരിക്കുന്നതോടൊപ്പം ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണ്? ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ചത് പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർ, അവർക്കൊരു വീടെന്ന കാര്യം വല്ലാത്തൊരു സ്വപ്നമല്ലേ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്,
മനുഷ്യപുത്രന്മാർക്ക് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നത് ഒരു കവിയുടെ കാൽപ്പനിക ഭാവനയിൽ ഉടലെടുത്ത വരികൾ മാത്രമായിരുന്നില്ല. തിരുനെല്ലൂർ കരുണാകരൻ റാണി എന്ന കവിതയിൽ എഴുതുന്നുണ്ട്, സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ച് അതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും ചാർത്തി എന്നും. കാമുകിന് കാമുകിയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടപ്പിലാവണമെങ്കിൽ ഒരു ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ ഇന്നലെ അവസാനിച്ചു. ജനങ്ങളിൽ നിന്ന് നല്ല ഒരു പിന്തുണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചടയമംഗലം LDFന് ഉറപ്പാണ്. നല്ല ഭൂരിപക്ഷത്തിൽ അഭിമാനകരമായ വിജയം ഇവിടെ ഉറപ്പാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റും. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യം ഏറ്റവും ആത്യന്തികമായ പ്രശ്നം സാമ്പത്തിക മേഖലയിൽ കേരളത്തിന് കിട്ടേണ്ട അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി റിസോഴ്സസ് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ സോഷ്യൽ സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നൊരു പ്രദേശമില്ല. എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും വീട്, സ്വന്തമായ ഒരു വീടില്ലാത്തവർക്കെല്ലാം വീട് കിട്ടുന്ന ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ട് സോഷ്യൽ. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ കുമരകം ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ കരീർ പ്രദേശം കായലോര മേഖലയിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപസമൂഹം പോലെ കഴിയുന്ന പ്രദേശമാണ്. കരീർ മേഖലയിലേക്ക് മുമ്പ് ഉണ്ടായിരുന്നത് കരഭാഗത്തുനിന്ന് ഒരു നടപ്പാത മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ചില ഘട്ടങ്ങളിൽ ഒളിഞ്ഞുപോയി അതിൽ അപകടം പോലും സംഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ആ നടപ്പാലത്തിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ വാഹനങ്ങൾ കയറി പോകുന്ന മനോഹരമായ ഒരു പാലം ഉണ്ടാകുന്നത്. 300 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. 300 ലക്ഷം രൂപയുടെ ഭരണാനുമതി കിട്ടിയ ഈ പാലം ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം നാട്ടുകാർക്ക് അവരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നതാണ് നാളെ ശിലാസ്ഥാപനത്തോടു കൂടി യേശുദാസ് നമ്മുടെ ശബരിമലയെക്കുറിച്ച് പാടിയ പാട്ടുകൾ എത്രയാണ്? ഗുരുവായൂരിനെ കുറിച്ച് പാടിയ പാട്ട്. ഗുരുവായൂരിൽ ഇതുവരെ ക്ഷേത്രത്തിൽ കയറാത്ത സങ്കടമുണ്ട് അദ്ദേഹത്തിന്. പല ആളുകളും എന്നോട് പറഞ്ഞു യേശുദാസിനെ പോലെ ആ യേശുദാസ് ഗുരുവായൂരപ്പനെ കുറിച്ച് യേശുദാസ് പാടിയ പോലെ നല്ല പാട്ടാരും പാടിയിട്ടോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ജാതി മത ചിന്തകൾ കലയെയും സംസ്കാരത്തെയൊക്കെ തന്നെ വരിഞ്ഞു മുറുകുന്നുണ്ട്, അതിനെ പുറകോട്ടടിപ്പിക്കുന്നുണ്ട്. അതായത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഉൾക്കൊണ്ടു വരണം. അടിച്ചേൽപ്പിക്കേണ്ടല്ലാതെ ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ സമൂഹം അങ്ങനെ തിരിച്ചറിഞ്ഞ് പതുക്കെ പതുക്കെ. ബഹുമാനമുള്ള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവരുകളെ വളരെ ആദരപൂർവ്വം വർക്കല ഭവനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.